ഹലോ നമസ്കാരം. ഞാൻ യു കെയിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ കുറേ നാൾ നാട്ടിൽ നിന്നു, പിന്നെ ദേ തിരിച്ച് യു കെയിലെത്തി. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഞാൻ ഇവിടുത്തെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. എൻ്റെ കയ്യിൽ NMCയുടെ പിൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത്. ദൈവമേ, കുഴപ്പമില്ല. എന്തായാലും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു നല്ലൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം യു കെയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ യു കെയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ പല കുട്ടികളും OET അല്ലെങ്കിൽ IELTS ഒക്കെ പാസ്സായിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് 2 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി കൊടുക്കുന്നുള്ളൂ. ഈ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വീണ്ടും ഈ സംഭവം വീണ്ടും എഴുതേണ്ടി വരും. നമുക്കറിയാം OET IELTS ഒക്കെ പാസ്സാകാനായിട്ട് എത്ര പാടാണെന്നുള്ളത്. അപ്പോൾ അവരുടെ ആ എക്സ്പയർ ആകുന്നതിന് മുമ്പ് യു കെയിലെ പിൻ എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആട്ടോ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ ഓപ്പൺ നഴ്സസ് പാത്വേ എന്ന് പറഞ്ഞ ഒരു